ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്ന ആളുകൾ നാളെ ഒരു പക്ഷേ തെറ്റിപ്പിരിഞ്ഞു പോയേക്കാം. നമ്മളെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം, പറയാതിരിക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമുക്കെതിരെ തിരിയുക എന്ന് പറഞ്ഞാൽ അത് അവിചാരിതമായി സംഭവിക്കുന്നതല്ല. നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്ന എല്ലാവരും നാളെ നമ്മളെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞ് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒന്നോ രണ്ടോ പേരൊക്കെ അസൂയാലുക്കൾ ഉണ്ടാകാം. അവരുടെ സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞേക്കാം, വിമർശിച്ചേക്കാം, സർവ്വസാധാരണം. ആ വിഷയത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് കേട്ടോ. കാരണം എൻ്റെ കൂടെ നിന്ന ആളുകളൊന്നും എന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നത്. ഇന്ന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രവൃത്തികൾ തീരെ പിടിക്കാതെ വരുമ്പോൾ നമ്മളെ തള്ളിപ്പറയുന്നു. അത് നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റിയിട്ട് കാര്യമുണ്ടോ? അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ പലതിനെയും വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് എവിടുത്തെ അജണ്ടയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ആരും വിമർശനങ്ങളിൽ നിന്നും അതീതരല്ല. ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല. ഇപ്പോഴിതാ ഒരാളിൽ നിന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 3 മാനദണ്ഡങ്ങൾ ഒരു ഹദീസിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അത് ഒന്ന്, അവരുടെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അവരുമായി തമ്മിൽ തെറ്റണം. അതുവരെ നമ്മുടെ കൂടെ തേനെ പാലെ പൊന്നെ കരളെ എന്ന് വിളിച്ച ആളായിരിക്കില്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ നമുക്കവിടെ കാണാൻ പറ്റും. തമ്മിൽ തെറ്റിയാൽ ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഇതുവരെ എൻ്റെ കൂടെ നിന്ന് ആരുമായിട്ടും തെറ്റിയിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും വാചാലമാകേണ്ടുന്ന സ്ഥലത്ത് ഞാൻ മൗനിയായിട്ടിരിക്കാറാണ് പതിവ്. അതുപോലെ വിശ്വസിച്ചാരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല പോയാലും ഞാനത് പുറത്ത് പറയുകയുമില്ല. അങ്ങനെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മളൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, നമ്മൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് അവരോടുള്ള സൗഹൃദത്തിൻ്റെ രൂപത്തിലായിരിക്കും. അവരത് പിന്നീട് എടുത്ത് ചൂഷണം ചെയ്താൽ അവരെ ചൂഷണം ചെയ്യാൻ 9 പേര് രംഗത്ത് വരും. നമ്മളതിൻ്റെ പിന്നാലെ പോകണ്ട. അതിനാണ് പറയുന്നത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന്. കാലം അതിന് ഉത്തരം കൊടുത്തിരിക്കും. ഒന്ന്, പരസ്പരം തെറ്റുക, അവരുടെ ശരിയായ സ്വഭാവം നമ്മൾ കാണും. 2, സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. ആ തേനെ കരളേന്ന് വിളിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളായിരിക്കില്ല തിരിച്ചു ചോദിക്കുമ്പോൾ കാണുന്നത്. നമ്മൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക വ്യക്തിത്വത്തെ നമുക്ക് കാണാം. അതുകൊണ്ട് ആരെയെങ്കിലും എന്തെങ്കിലും സഹായിക്കാം, കടമായിട്ട് കൊടുക്കരുത്. ആ കടം കൊടുക്കുന്നതിലൂടെ നമ്മളൊരു നീചനും നിന്ദ്യനുമായിട്ടുള്ള ഒരു ശത്രുവിനെ വിലക്കെടുക്കുന്നത് പോലെ ആയിപ്പോകും. നമ്മുടെ പണം കൊണ്ടുപോയി തിന്നുകയും ചെയ്യും, നമ്മളുമായിട്ട് കൊമ്പ് കോർക്കുകയും ചെയ്യും. ഇതിന് പോണത് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ്. 3, അയാളുമായി ഒരുമിച്ച് യാത്ര പോകണം. ഈ 3 മാനദണ്ഡങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇനിയും കപടന്റെ ലക്ഷണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വേണം ഒരാളെ സുഹൃത്താക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. 1, സംസാരിച്ചാൽ കളവ് പറയും. 2, വിശ്വസിച്ചാൽ ചതിക്കും. വിശ്വസിച്ചാൽ ചതിച്ചിരിക്കും, ഒരു സംശയവുമില്ല. സംസാരിച്ചാൽ കളവ് പറയും, വിശ്വസിച്ചാൽ ചതിക്കും. 3, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. 4 കൂടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിതാണ്, പിണങ്ങിയാൽ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ്. എന്തിനാണ് ഇത്രയും ഇൻട്രൊഡക്റ്റ് ചെയ്തതെന്നറിയാം. ഇന്നിപ്പോൾ ഒരു വാർത്ത കാണാനിടയായി. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. ആ അഭിമന്യുവിൻ്റെ ഘാതകരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ പ്രതിഫലമായി താനൂരിൽ വി അബ്ദുറഹ്മാന് കിട്ടിയ SDPIയുടെ പിന്തുണയെ സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. എത്രയായി അഭിമന്യു കൊല ചെയ്യപ്പെട്ടിട്ട്?
വി അബ്ദുറഹ്മാൻ താനൂരിൽ ജയിച്ചിട്ട് SDPIയുടെ പിന്തുണ കിട്ടിയിട്ട് എത്രയായി? കാര്യങ്ങൾ ഇപ്പോഴാണ്. അതാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയാറില്ലേ, അതുപോലെ കോഴിക്കോട് പത്രസമ്മേളനത്തിലാണ് PK ഫിറോസ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. താനൂരിൽ വി അബ്ദുറഹ്മാന്റെ വിജയം SDPI പിന്തുണയിലാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മലപ്പുറം ജില്ലാ SDPI സെക്രട്ടേറിയറ്റ് പരസ്യ പ്രസ്താവനയിലൂടെ അതിന് വ്യക്തത നൽകിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. SDPI പിന്തുണ കിട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചിരുന്നു എന്നാണ് മന്ത്രി മറുപടി പറഞ്ഞത്. പിന്തുണ നൽകുമ്പോൾ വി അബ്ദുറഹ്മാന്റെ വാഗ്ദാനം പണമായിരുന്നെങ്കിലും അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യമായിരുന്നു SDPI മുന്നോട്ട് വെച്ചത്. ഇവരുടെ അന്തർധാര എത്രമാത്രം സജീവമാണ് എന്ന് ചിന്തിക്കുക. കഴിഞ്ഞ 6 വർഷമായി വിചാരണ പോലും തുടങ്ങാത്തതിലൂടെ വി അബ്ദുറഹ്മാൻ നൽകിയ ഉറപ്പ് പാലിച്ചിരിക്കുകയാണ് എന്നും ഫിറോസ് ആരോപിച്ചു. പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വൂണ്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ 11 നിർണായകമായ രേഖകൾ കോടതിയിൽ നിന്നും കാണാതായത് ഈ കരാറിന്റെ ബാക്കി പത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾക്കെതിരായ വിധികൾ പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാർക്കെതിരെ സമരം നടത്തുന്നവരും മോശമായ പദപ്രയോഗം നടത്തി അധിക്ഷേപിക്കുന്നവരും കോടതിയിൽ നിന്നും കൂട്ടത്തിൽ ഒരുത്തനെ കൊലപ്പെടുത്തിയവർക്കെതിരെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടിട്ട് പോലും മിണ്ടാതിരിക്കുന്നതിലും കൃത്യമായ അന്വേഷണം നടത്താത്ത പോലീസിന്റെ സമീപനത്തിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അരും കൊല ചെയ്തവർക്കെതിരെ ഒന്നും മിണ്ടാതെ അവരെ രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാനോടുള്ള നിലപാട് SFIയും DYFIയും വ്യക്തമാക്കണമെന്നും SDPI പിന്തുണയോടുകൂടി ജയിച്ച മന്ത്രിയെ പുറത്താക്കാൻ CPM തയ്യാറാകുമോ എന്നും PK ഫിറോസ് ചോദിച്ചു. കണ്ടോ, ഇത്രയും നാള് കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ പരസ്പരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പരം തമ്മിൽ തെറ്റുമ്പോൾ എന്താണോ ലോകമറിയാൻ ആഗ്രഹിച്ചിരുന്നത് അത്തരം കാര്യങ്ങൾ രംഗത്ത് വരും. ആ അഭിമന്യുവിന്റെ അമ്മ കേണു നിലവിളിച്ചത് കണ്ടവരാണ് നമ്മൾ. ഞാൻ പെറ്റ മകനെ, എൻ കിളിയെ എന്ന് വിളിച്ച അമ്മയുടെ വിലാപം, ആ കരച്ചിൽ നമ്മൾ മറന്നിട്ടില്ല. ആദിവാസികൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞിനെ വണ്ടി കയറ്റി എറണാകുളത്തേക്ക് വിടുമ്പോൾ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങാം എന്നല്ല ഒരു മാതാപിതാക്കളും ചിന്തിക്കുന്നത്. ആ അമ്മയും ചിന്തിച്ചു, പഠിച്ചു വലിയവനാകണം, നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും സർവോപരി സ്വന്തത്തിനും തുണയാകണം, അവൻ പഠിച്ചു വലിയവനാകണം, നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എൻ്റെ മകൻ ഉണ്ടാകരുത് എന്ന് ആ അമ്മ ആഗ്രഹിച്ചു. ഒരു കൂട്ടി വെച്ച് കൂലിപ്പണി ചെയ്ത് പണം ചെലവാക്കി മകനെ തിരുവനന്തപുരത്തേക്ക്, എറണാകുളത്തേക്ക് മഹാരാജാസ് കോളേജിലേക്ക് വണ്ടി കയറ്റി വിടുമ്പോൾ ആ അമ്മയുടെ വിലാപം, ആ അമ്മയുടെ വേദന, ആ മകന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ അമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നിങ്ങളിരിക്കുന്നത് ആനപ്പുറത്താ. അതുകൊണ്ട് നിങ്ങൾക്ക് റോഡിൽ കൂടെ പോകുന്ന നഗ്നപാതരായ ആളുകളുടെ വേദന മനസ്സിലാക്കണമെന്നൊരു നിർബന്ധവുമില്ല. നന്ദി.